ഹായ് ഗായ്സ്, വെൽക്കം ടു ഐബേഡ് മീഡിയ. എല്ലാവർക്കും ഐബേഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോയുമായി വരാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ, രാഷ്ട്രീയം എന്നുള്ളത് വെറും മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ, അടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നേതാക്കന്മാർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്നവർ വെറും അവരുടെ പേരും പ്രശസ്തിക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഇതുകൊണ്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണക്കാരെ പിഴിഞ്ഞ് സാധാരണക്കാരൻ്റെ വോട്ട് വാങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെയൊക്കെ ഒരു അഹങ്കാരം വോട്ട് ചെയ്തവനെ കണ്ടാൽ തിരിച്ചറിയുക പോലുമില്ല. അതവിടെ നിൽക്കട്ടെ ഒരു വശത്ത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എന്നുള്ളത് വിഷമെറിഞ്ഞ് ജനങ്ങളെ തമ്മിൽ തെറ്റിച്ച് വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണങ്ങളാണ് വടകര ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. RSS BJPയേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്ത് എല്ലാവരും കുറ്റം പറയുകയല്ല. ഞാനൊരു ഇടതുപക്ഷ പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ അനുഭാവിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു പാർട്ടിയുടെയും ഒരു അനുഭാവിയല്ല. കാരണം നമ്മുടെ നാട്ടിലെ പോക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്, നാടിൻ്റെ പോക്ക് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്. നല്ല രീതിയിൽ ജീവിക്കുന്ന, സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന, മനസ്സിൽ യാതൊരുവിധ വൈരാഗ്യങ്ങളുമില്ലാത്ത ആളുകളെ പോലും ഈ രാഷ്ട്രീയക്കാരാണ് തമ്മിൽ അകറ്റുന്നത്, വിഷം ചീറ്റിട്ട്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളായാലും ആര് തന്നെ ആയാലും നല്ല രീതിയിൽ ജീവിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരുമാണ്. കാരണം എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്, ജയിക്കാൻ വേണ്ടി, മറ്റൊരുത്തനെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്തുള്ള ഒരാൾ എന്തെല്ലാം പറഞ്ഞു കൂട്ടുന്നത്, എന്താണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ ഇലക്ഷൻ? ഇതാണോ തിരഞ്ഞെടുപ്പ്? ഇതാണോ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഒരു നേതാവ് ചെയ്യേണ്ടത്? നാട്ടിൽ നന്മ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നോക്കാതെ ആ ആളെ നോക്കിയാണ് ഇന്നത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുക. നമുക്ക് വോട്ട് ലഭിക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം എന്നെല്ലാം ഇടതുപക്ഷ പാർട്ടിയിൽ നിൽക്കുന്ന ചില നേതാക്കന്മാർ വിളിച്ചു പറയുമ്പോൾ നാം എന്ത് മനസ്സിലാക്കണം അതിൽ നിന്ന്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി പാലക്കാട് എന്ന് പറയുന്ന പ്രദേശം ഹിന്ദുക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് നിന്നും 2-3 തവണയോളം ജയിച്ച് വന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റുള്ള നേതാക്കന്മാരെ പോലെ ഈ സുരേഷ് ഗോപിയൊക്കെ പുലമ്പുന്നത് പോലെ ഒരിക്കലും ഒരു മതവിദ്വേഷമില്ലാത്ത, വിഷമില്ലാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അങ്ങനത്തെ ആളുകളല്ലേ നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ നാട്ടിൽ ഇറങ്ങി വരേണ്ടത്, പാർട്ടിയിലേക്ക് നേതാവായിട്ട് വരേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ തല്ലിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാക്കുകളൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഷാഫി പറമ്പിലിന്റെയും ഒസാമ ബിൻ ലാദന്റെയും ചിത്രം കൊടുത്തിട്ട് ബിൻ ലാദൻ ഏതാ ഷാഫി ഏതാ എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഈ തീവ്രവാദികളുടെ ആരാധകരെയും തരം തിരിച്ചറിയാൻ പറ്റാതായി ഷാഫി പറമ്പിലിനെ ഒസാമ ബിൻ ലാദനുമായി താരതമ്യപ്പെടുത്തുന്ന പരാമർശം ഉണ്ടാകുന്നത് CPM MLA സ്റ്റാഫിൽ നിന്നാണ്. ഇനി ഇതായി കേട്ടോ. പേരാമ്പ്രയിലെ പ്രാദേശിക നേതാവായ നാരായണൻ അദ്ദേഹം നടത്തുന്ന പ്രസംഗമാണ്, അദ്ദേഹം നടത്തുന്ന ബൈറ്റാണ്. ആ ബൈറ്റിൽ അയാൾ എന്താ പറയുന്നത് അറിയാമോ? ഞാൻ അയച്ചുതരാം BJക്ക്. അയാൾ പറയുന്നു, ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം. എന്താണ് BJ ഇവിടെ നടക്കുന്നത്? ഇതാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ രാഷ്ട്രീയം എന്നെല്ലാം പറയുന്നത്. ഒരാളെ പരാജയപ്പെടുത്താൻ വേണ്ടി മറ്റു സമുദായങ്ങളുടെ ഇടയിൽ, മറ്റു പാർട്ടിക്കാരുടെ ഇടയിൽ വിള്ളലുണ്ടാക്കുക, അതിന് വിഷം കുത്തിവെക്കുക, പാകിസ്ഥാനിലേക്ക് പോവുക എന്നെല്ലാം വിളിച്ചു പറയുക. ഇങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം വിള്ളൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്? ഇങ്ങനെയാണോ ഒരു നേതാവായി വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്? ഇതാണോ ഒരു രാഷ്ട്രീയ പാർട്ടികൾ പഠിപ്പിക്കേണ്ടത്? ഇതെല്ലാം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
രാജ്യം ഭരിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ളപ്പോൾ അവിടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ, അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. അതല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്? ഇതിനെല്ലാം നിയമ നടപടികൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ വ്യക്തി, അങ്ങനത്തെ ഒരു 10 പേര് നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെയൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കില്ലേ? എത്ര ചെറുപ്പക്കാർ, യുവത്വങ്ങൾ ഒരു ജാതി മതമൊന്നും നോക്കാണ്ട് എല്ലാ കാര്യത്തിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു നേതാവ് വരുമ്പോൾ എങ്ങനെയായിരിക്കണം ആ മനുഷ്യനെ, ആരെയാണ് ജയിപ്പിക്കേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ലാതെ ഇത്തരം വിഷം ചീറ്റി നടക്കുന്ന പാർട്ടികളെ നമ്മൾ ഏത് പാർട്ടി ആയാലും ശരി, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് ബുദ്ധിമുട്ടും. നമ്മൾ നല്ല നല്ല മതങ്ങളിലുള്ള നമുക്ക് ഒരുപാട്, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നല്ല വീട്ടുകാരുണ്ട്, നമുക്ക് പരിചയമുള്ള പല ജാതിയിൽപ്പെട്ട ആളുകളുണ്ട് നമുക്ക് ഫ്രണ്ട്സുകളായിട്ട്. അവരൊക്കെ നല്ല ഐക്യത്തോടു കൂടി ജീവിക്കുകയാണ്. അതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ കൊണ്ടാണ് ഇവരെല്ലാം നേതാക്കന്മാരാവുന്നതും വിലസിക്കൊണ്ടിരിക്കുന്നതും, അവർ സമ്പാദിക്കുന്നതും അവർ ജീവിക്കുന്നതും കഞ്ഞി വരെ കുടിക്കുന്നതും നമ്മളെ കൊണ്ടാണ് എന്ന് നാം തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് നാമാണ് വലുത്, നമ്മളാണ് വലുത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം അവർ.